ഇനി നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. വൺ ഇസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ എന്ന് പറയും. അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സെൻസസ് എന്ന് പറയാറില്ലേ. ഇപ്പോൾ സെൻസസ്, പോപ്പുലേഷൻ്റെ സെൻസസ് നടത്തുക എന്നൊക്കെ പറയുന്നത് ദറ്റ് ഈസ് സെൻസസ്. ആൻഡ് ദ അതർ വൺ ഈസ് സാമ്പിൾ സർവേ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. സാമ്പിൾ സർവേ നടത്തുന്നു, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്താണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ അല്ലെങ്കിൽ സെൻസസ്? കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ അല്ലെങ്കിൽ സെൻസസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ മലബാർ കോളേജിലത്തെ കുട്ടികളുടെ ഹൈറ്റ്, വലിയൊരു പോപ്പുലേഷൻ ആവട്ടെ, മലബാർ കോളേജിലത്തെ കുട്ടികളുടെ ഹൈറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ ആണ് നടത്തുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ, ഇപ്പോൾ മലബാർ കോളേജിൽ ഇപ്പോൾ ഒരു 600 കുട്ടികളുണ്ട് വിചാരിക്കുക, 600 ആളുകളാണ് ഉള്ളത് വിചാരിക്കുക. അപ്പോൾ എൻ്റെ പോപ്പുലേഷനിൽ, ഈ പോപ്പുലേഷനിലുള്ള 600 പേരുടെയും വിവരം ഞാൻ ഡയറക്റ്റായിട്ട് ശേഖരിക്കുകയാണെങ്കിൽ, അപ്പോൾ കംപ്ലീറ്റ് പോപ്പുലേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ യൂണിറ്റിൽ നിന്നും, ഈച്ച് ആൻഡ് എവ്രി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷനിൽ ഞാൻ ഡാറ്റ എടുക്കുകയാണെങ്കിൽ, ഞാൻ നടത്തുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ എന്ന് പറയുന്നത്. ഡാറ്റ കളക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ സർവേ. ദറ്റ് ഈസ് ഐ ഹാവ് കളക്റ്റഡ് ഡാറ്റ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. എല്ലാവരുടെ അടുത്തും ഡാറ്റ കളക്ട് ചെയ്തു. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്കിപ്പോൾ നേരമൊന്നുമില്ല എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു സാമ്പിൾ സെലക്ട് ചെയ്തു, ഇപ്പോൾ ഒരു 60 സൈസുള്ള സാമ്പിൾ സെലക്ട് ചെയ്ത് വരിക. അപ്പോൾ ഞാൻ ഈ സാമ്പിളിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ സാമ്പിൾ ഓഫ് സൈസ് ഞാൻ 60 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 60 സൈസുള്ള സാമ്പിളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ, ഞാൻ നടത്തുന്നത് സാമ്പിൾ സർവേ ആണ്, അല്ലെങ്കിൽ ഞാൻ നടത്തിയത് ഒരു സാമ്പിളിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ സാമ്പിളുകൾ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നടത്തിയത്. സാമ്പിളിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാൻ നടത്തിയത്. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ കളക്ടിങ് ഡാറ്റ ഫ്രം whole population, every unit of the population. Sampling means collecting data from the part of the population which is sample. Sample ന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെൻസസിനും സാമ്പിളിങ്ങിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ സെൻസസ് നടത്തുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരുടെ അടുത്തു നിന്നും ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ വിശ്വസനീയമായിരിക്കും. എല്ലാവരുടെ അടുത്തും നമ്മൾ നേരിട്ട് പോയി വിവരം, അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സെൻസസ് വരുന്നത്. പക്ഷെ അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. കാരണം എല്ലാവരുടെ അടുത്തും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയ പോപ്പുലേഷൻ പോരില്ല, വലിയൊരു സർവേ ഒക്കെ നടക്കുകയാണെന്ന് വെച്ചാൽ ആൾക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് എന്യൂമറേറ്റേഴ്സിനെയൊക്കെ പറഞ്ഞയക്കേണ്ടി വരും, വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ. അപ്പം പിന്നെ അങ്ങനത്തെ ഡാറ്റ കണ്ടക്ട് ചെയ്യാനൊക്കെ പല ചിലവും കൂടുതലുണ്ട്. കുറേ ആൾക്കാരെ നിയോഗിക്കണം, കുറേ പോപ്പുലേഷൻ്റെ കുറേ സൈസ് ഇല്ലേ അല്ലേ. അപ്പോൾ വലിയ പോപ്പുലേഷൻ അല്ലേ, അപ്പോൾ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറേ ആളുകളെ അതിനു വേണ്ടി പറഞ്ഞയക്കണം, അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം, അതിൻ്റെ ചിലവുകൾ, അങ്ങനെ പല ചിലവുകളുണ്ട്. അപ്പം സെൻസസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം കുറേ സ്ഥലത്തു നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ടൈം എടുക്കും. ചില കേസിൽ ഇത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അതായത് ഇപ്പം നമുക്ക് ഒരാളുടെ ബ്ലഡിൻ്റെ ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത് വിചാരിക്കുക, ചെക്ക് ചെയ്യേണ്ടത്. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ ബ്ലഡ് മുഴുവൻ ഊറ്റിയെടുക്കുക? ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിലൊന്നും സെൻസസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വിവരങ്ങൾ കംപ്ലീറ്റ് പോപ്പുലേഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ടൈം, ഒരു കമ്പനി ഉണ്ടാക്കി വയ്ക്കുന്ന ഇലക്ട്രിക് ബൾബുകൾ, അതിൻ്റെ ലൈഫ് ടൈം എനിക്ക് മെഷർ ചെയ്യണം. ഇങ്ങനെ മെഷർ ചെയ്യാതെ കത്തിച്ചിട്ട് എപ്പോഴാണ് ഫ്യൂസ് ആവുക നോക്കാമല്ലേ. അപ്പോൾ എല്ലാ സാധനവും കത്തിച്ച് കളഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ട്രക്റ്റീവ് തിങ് അല്ലേ. അപ്പോൾ അത് പിന്നെ സംഭവിക്കാൻ പറ്റുന്നതാണോ? ഇല്ല. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് സെൻസസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് ഇപ്പം പിന്നെ പോപ്പുലേഷനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇപ്പം നമ്മൾ പിന്നെ ആകാശത്തിലെ സ്റ്റാർസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വലിയ സ്റ്റഡി നടത്തുകയാണ് സയൻറ്റിസ്റ്റുകൾ. അതിന് നമുക്ക് സെൻസസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എല്ലാ സ്റ്റാറുകളെ എണ്ണാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പം അങ്ങനത്തെ ചില കേസുകളൊന്നും എന്താണ് സെൻസസ് അപ്ലൈ ചെയ്യാനേ പറ്റാത്ത കേസുകളുണ്ട്. വിവരങ്ങൾ ശേഖരിക്കാൻ, എല്ലാവരുടെ അടുത്തും പോയിട്ട് വിവരം ശേഖരിക്കാനൊന്നും പറ്റാത്ത കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളെ സാമ്പിളിംഗ് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ സാമ്പിളിങ്ങിനെ കുറിച്ചിട്ടാണ്. സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്കണോമിക്കൽ. കാരണം നമുക്ക് പിന്നെ ചെറിയ കുറച്ച് സെറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ മതി, അത്ര ചിലവേ വരുള്ളൂ അല്ലേ. പിന്നെ ക്യാൻ ഗെറ്റ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ. ഇപ്പോൾ കുറച്ച് ആളുകളെ അടുത്തൊക്കെ പോകുമ്പോൾ വിശദമായിട്ട് വിവരങ്ങളൊക്കെ ശേഖരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ലെസ് ടൈം കൺസ്യൂമിങ്, അതും കുറച്ച് ആളുകളുള്ള ഗുണം തന്നെയാണ്. ഞാൻ പറഞ്ഞ മാതിരി സംടൈംസ് ഇറ്റ് ഇസ് ദ ഓൺലി ഓപ്ഷൻ. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ
ചെറിയ സാമ്പിൾ എടുത്തിട്ടല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ടൈം നോക്കണമെങ്കിൽ ചെറിയ സാമ്പിൾ എടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാതിരി ഇപ്പം സ്റ്റാർസിനെ കുറിച്ചിട്ട് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും സാമ്പിൾ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ അത് മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. എന്നാൽ അതിനും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം പിന്നെ ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്. അപ്പോൾ എങ്ങനെയൊക്കെ സാമ്പിൾ എടുക്കണം, നമ്മുടെ പോപ്പുലേഷൻ്റെ പിന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് നോക്കിയിട്ട് എങ്ങനെയാണ് ആ പോപ്പുലേഷൻ്റെ സ്വഭാവം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സാമ്പിളുകളൊക്കെ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തതേ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലതരത്തിലെ ആളുകളുള്ള പോപ്പുലേഷനായിരിക്കും, നമ്മൾ എടുത്ത പോപ്പുലേഷനിലെ സാമ്പിളുകൾ തെറ്റുകൊണ്ട് ചിലപ്പോൾ എന്താണ് നമ്മുടെ റിസൾട്ടും തെറ്റാം. പിന്നെ ഇതൊക്കെ നടത്തണമെങ്കിൽ നല്ല എക്സ്പേർട്സിൻ്റെ സർവീസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ തെറ്റുകൾ വരുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് സാമ്പിളിങ് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കുറേ മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാമ്പിൾ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് അല്ല, പോപ്പുലേഷനെ ശരിക്കും റെപ്രസെൻറ്റ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു തന്നെ. അത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ആളല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ടുള്ള ഡാറ്റയല്ല നമുക്ക് കിട്ടുക, നമ്മൾ തെറ്റായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തും. ആ സാമ്പിൾ ശരിക്കും പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാത്തൊരു സാമ്പിളാണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മളൊരു മോശം തെറ്റായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ സാമ്പിളിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ സാമ്പിളിംഗ് ആണ്, സാമ്പിളിംഗ് മെത്തേഡ്സ് ഒക്കെയാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ്സ് സാധാരണ പറഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് ഭാഗിക്കാം. വൺ ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് അതർ ഇസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനുള്ള മറ്റൊരു പേരാണ് ഇറ്റ്സ് ഓൾസോ കോൾഡ് റാൻഡം സാമ്പിളിംഗ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു സാമ്പിൾ സെലക്ട് ചെയ്യണം. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് 5 കുട്ടികളെ ഇപ്പോൾ സെലക്ട് ചെയ്യണം വിചാരിച്ചാൽ, ആ 5 കുട്ടികളെ ഹൈറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ആ 5 ഹൈറ്റുകൾക്കും എൻ്റെ സാമ്പിളിലേക്ക് വരാൻ ഒരേ ചാൻസ് ആയിരിക്കും. അതായത് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ വിൽ ഹാവ് സെയിം ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. സാമ്പിളിലേക്ക് വരാൻ എല്ലാവർക്കും ഒരേ സാധ്യത, ഒരു പാർഷ്യാലിറ്റി ഇല്ല, എല്ലാവർക്കും ഒരേ സാധ്യതയാണ് സാമ്പിളിലേക്ക് വരാൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ 5 പേരെയും സെലക്ട് ചെയ്യാൻ ഒരേ സാധ്യതയുള്ള രീതിയിൽ സെലക്ട് ചെയ്യും. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റിൽ നിന്നും ഒരേ സാധ്യതയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം ചിലതിന് കൂടുതൽ സാധ്യതയൊക്കെ കൊടുക്കുക. അത് എല്ലാവർക്കും ഒരേ സാധ്യത പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീം സെലക്ട് ചെയ്യാണ്. ഫുട്ബോൾ ടീമിലേക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് ഫുട്ബോൾ ടീമുണ്ട്, കോളേജിൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് ഫുട്ബോൾ ടീമിലേക്ക് കുട്ടികളെ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ടീമിലേക്ക് നമ്മൾ റാൻഡമായിട്ട് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് ഫുട്ബോളിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടികളെ സാമ്പിളിൽ പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, പർപ്പസീവ് സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ സെലക്ട് ചെയ്യും. പക്ഷേ ആ സാമ്പിൾ ഞാൻ ആ ഫുട്ബോൾ കളിക്കാൻ നന്നായിട്ട് അറിയുന്ന കുട്ടികളല്ലേ നമ്മളെ ടീമിലേക്ക് വിടുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ പർപ്പസീവായിട്ടുള്ളൊരു, ഇപ്പം 3 കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ വിടുന്ന ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കുട്ടികളെ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ആ ഫുട്ബോൾ കളിക്കാൻ നന്നായിട്ട് അറിയുന്ന കുട്ടികളെ വിടുള്ളൂ. അല്ലാതെ റാൻഡമായിട്ട് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്, ഏതെങ്കിലും 3 കുട്ടികളെ എനിക്ക് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ചിലപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഉപയോഗപ്പെടേണ്ടി വരിക. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെയും ഇതിൻ്റെ ഈ സബ്സെക്ഷനാണ്. വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡിൽ ഓരോ യൂണിറ്റിനും സെയിം ചാൻസ് ആണ് വരാൻ വേണ്ടിയിട്ട്, പിന്നെ സാമ്പിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ചാൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മെത്തേഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. വൺ ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ദെൻ വി ഹാവ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. ദെൻ വി ഹാവ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇത്ര മെത്തേഡ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുന്ന അടുത്ത സാമ്പിളിംഗ് മെത്തേഡ്, ഫസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. അതായത് സാമ്പിളുകൾ, പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിളുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് മെത്തേഡാണെന്ന് പറഞ്ഞാൽ ചില കോംപ്ലക്സ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ്സിൽ ഇതും കൂടി ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റുകൾക്കും
സെയിം ചാൻസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ചാൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സാമ്പിളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോപ്പുലേഷനിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ ചാൻസ് ആണ് സാമ്പിളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് എന്ത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ആർക്കും ഒരു പ്രത്യേകതയൊന്നുമില്ല, ഇന്ന ആൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് സാമ്പിളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല. എല്ലാ ആളുകൾക്കും ഒരേ ചാൻസ് ആണ് സാമ്പിളിലേക്ക് പോകുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 26 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു 5 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഓരോരുത്തരും നോക്കിയിട്ട് ഇവനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവളെ സെലക്ട് ചെയ്യുക എന്നുള്ള യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ ഞാൻ റാൻഡമായിട്ട്, അതാണ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ, യാതൊരു പാർഷ്യാലിറ്റി ഇല്ലാതെ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ഷൻ നടത്തുകയാണെന്ന് വെച്ചാൽ നമ്മൾ നടത്താൻ പോകുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞുള്ള സെലക്ഷനാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് നമുക്ക് എടുക്കുന്ന സാമ്പിളിനെ നമ്മൾ റാൻഡം സാമ്പിൾ എന്നാണ് പറയുന്നത്. റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന സാമ്പിൾ, ഇറ്റ്സ് കോൾഡ് റാൻഡം സാമ്പിൾ. അങ്ങനെയാണ്. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ടല്ലോ, SRS. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ നമ്മൾ 2 എണ്ണമായിട്ട് പറയാം. ഇറ്റ് ക്യാൻ ബി ഐദർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്, അതാണിത്, വിത്ത് റീപ്ലേസ്മെന്റ് ആണ്, ആൻഡ് with replacement, and it can be simple random sampling without replacement. സാധാരണ SRSWR, SRSWOR എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവരെ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു വലിയ പോപ്പുലേഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നിന്നാണ് നമുക്ക് സാമ്പിളിലേക്ക് ആളുകളെ എടുത്തിടേണ്ടത്. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ നമ്മൾ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അയാൾ എന്ത് ചെയ്യും? ഈ പോപ്പുലേഷനിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യും, അതായത് റീപ്ലേസ് ചെയ്യും. വീണ്ടും പോപ്പുലേഷനിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് അടുത്ത സാമ്പിൾ എടുക്കാൻ പോകുന്നത്, അടുത്ത സാമ്പിളിലേക്കുള്ള ആളെടുക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസും എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് മറ്റൊന്നിനെ ബാധിക്കില്ല. ആദ്യം ഇവിടെ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനെയും ഇങ്ങോട്ട് പോകാനുള്ള സാധ്യത 1/10 അല്ലേ? അങ്ങനെ ഓരോ യൂണിറ്റും പോകാനുള്ള സാധ്യത സെയിം സാധ്യതയാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ 10 എണ്ണം തന്നെ ഇതിലുണ്ടാവും അടുത്ത സാമ്പിൾ എടുക്കുമ്പോഴേക്കും. അടുത്ത ഐറ്റത്തിൻ്റെ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴും പോപ്പുലേഷനിൽ 10 ഐറ്റം തന്നെയുണ്ട്. അപ്പം അവിടെ എന്താണ്? ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓരോ സാമ്പിളിലേക്കുള്ള ഓരോ ഐറ്റത്തിൻ്റെയും സെലക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. എന്നാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിളിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യും, ഇങ്ങോട്ട് പോവുകയുള്ളൂ. അവർ നമ്മൾ തിരിച്ച് എങ്ങോട്ട് ഇടുന്നില്ല. ഇതിപ്പോൾ ഇങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ആ യൂണിറ്റിനെ തിരിച്ച് സാമ്പിളിലേക്ക്, പോപ്പുലേഷനിലേക്ക് റീപ്ലേസ് ചെയ്യും. എന്നാൽ ഇവിടെ ഒന്ന് സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കടന്നു, അതിനെ റീപ്ലേസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഡ്രോ വരുമ്പോഴേക്ക് ഇത് 9 യൂണിറ്റ്. ഇപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കുറയല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? സെലക്ഷൻ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ആദ്യത്തെ സെലക്ഷൻ രണ്ടാമത്തെ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഇവൻറ്റുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം സെലക്ഷൻ ഓഫ് ഈച്ച് ഐറ്റം ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി പ്രീസീഡിങ് സെലക്ഷൻ. അങ്ങനെയുള്ളൊരു കാര്യമാണ് SRS വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ്റെ സൈസ് ക്യാപിറ്റൽ എന്നും നമ്മൾ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ എന്നും ഉള്ള സാമ്പിൾ നമുക്ക് വേണ്ടത് വിചാരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് n⁻n ഡിഫറെൻറ്റ് സാമ്പിളുകൾ എനിക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 1/n⁻n. എന്നാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ എന്നും നമുക്ക് വേണ്ട സാമ്പിളിൻ്റെ സൈസ് സ്മോൾ എന്നും ആണെച്ചാൽ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് വഴി എനിക്ക് NCN ഡിഫറെൻറ്റ് സാമ്പിളുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഒരു സാമ്പിളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/NCN. ഫോർ എക്സാമ്പിൾ, എൻ്റെ പോപ്പുലേഷൻ്റെ സൈസ് 10 ആണ്. ക്യാപിറ്റൽ N ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നത്. സാമ്പിൾ വേണ്ടത് 3 ആണ്.
അപ്പം അങ്ങനെ 3 സൈസുള്ള എത്ര സാമ്പിളുകൾ എനിക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് വഴി കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്? 10⁻3 1000 സാമ്പിളുകൾ, 1000 കോമ്പിനേഷൻസ് എനിക്ക് കിട്ടും. പലതരത്തിലുള്ള സാമ്പിളുകൾ എനിക്ക് കിട്ടും. അപ്പോൾ 10⁻3 ദറ്റ് ഈസ് 1000 സാമ്പിളുകൾ എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സാമ്പിൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? 1/1000. അതേപോലെ ഇവിടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എനിക്ക് എത്ര സാമ്പിളുകളെ കിട്ടാൻ പറ്റുള്ളൂ? 10C3 സാമ്പിളുകളെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സാമ്പിളിൽ എടുക്കാനുള്ള പ്രോബബിലിറ്റി 10C3 ആണ്. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും, അപ്പോൾ ഇതിൽ രണ്ടിലും ഓരോ യൂണിറ്റും പോപ്പുലേഷനിലേക്ക് വരാനുള്ള സാധ്യത സെയിം ആണ്, ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ഇതിൽ പക്ഷേ സെലക്ട് ചെയ്ത ഐറ്റത്തിനെ നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യും, പോപ്പുലേഷനിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെച്ചാൽ സെലക്ട് ചെയ്ത ഐറ്റത്തിനെ പോപ്പുലേഷനിലേക്ക് റിട്ടേൺ ചെയ്യില്ല. ആൻഡ് അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ഇവിടെ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ഡ്രോവും തൊട്ട് മുമ്പത്തെ ഡ്രോവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ കാര്യങ്ങൾ നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വൺ ഈസ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. എങ്ങനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ നറുക്കെടുക്കുന്ന മെത്തേഡില്ലേ അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ പോപ്പുലേഷനിൽ ഇപ്പം n യൂണിറ്റ്സ് ഉണ്ട്. പോപ്പുലേഷനിൽ എത്ര ആളുകളുണ്ട്? n യൂണിറ്റ്സ് ഉണ്ട്. ചെറിയ പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ ഇത് വർക്കൗട്ട് ആവുള്ളൂ കേട്ടോ. അപ്പോൾ പോപ്പുലേഷനിൽ ക്യാപിറ്റൽ N യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്മോൾ n സൈസുള്ള ഒരു സാമ്പിൾ സെലക്ട് ചെയ്യണം. ഒരു സാമ്പിൾ എനിക്ക് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോപ്പുലേഷനിൽ ഓരോ യൂണിറ്റുകൾക്കും ഞാൻ നമ്പർ കൊടുക്കും. 1, 2, 3 അങ്ങനെ ക്യാപിറ്റൽ N വരെയുള്ള നമ്പറുകൾ എടുക്കും. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നറുക്കെടുക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ കടലാസിൽ നമ്പർ എഴുതും, വൃത്തിയായി മടക്കി നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുലുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ കണ്ണ് പൂട്ടിയിട്ട് ബ്ലൈൻഡ് ഫോൾഡ് സെലക്ഷൻ, കണ്ണ് പൂട്ടിയിട്ട് ഒരു ഇതെടുത്തു. അപ്പോൾ ഒരു നമ്പർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ നമ്പർ ഇപ്പോൾ 5 വന്നതെങ്കിൽ 5നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സാമ്പിളിൽ ഉൾപ്പെടുത്തി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അടുത്ത നമ്പറിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത നമ്പർ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിന് ഞാൻ ഇപ്പം സാമ്പിളിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മൾ n പ്രാവശ്യം അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് n സൈസുള്ള സാമ്പിളുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ വലിയ പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ ഇത് പറ്റുമോ? 1000കണക്കിന് നമ്പറുകൾ പിന്നെ നറുക്കെടുപ്പ് നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പോൾ കുറച്ച് നമ്പേഴ്സൊക്കെ ആണെച്ചാലൊക്കെ ചെറിയൊരു പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ലോട്ടറി മെത്തേഡ് ഉപയോഗിക്കാം. അതേമാതിരി മറ്റൊരു മെത്തേഡാണ് യൂസിങ് റാൻഡം നമ്പർ ടേബിൾസ്. റാൻഡം നമ്പർ ടേബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റാൻഡം സാമ്പിളിനെ സെലക്ട് ചെയ്യും. ഈ റാൻഡം നമ്പർ ടേബിൾസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു പിന്നെ കുറേ നമ്പേഴ്സിന് ഇങ്ങനെ റാൻഡമായിട്ട് ഒരു ഓർഡറൊന്നും ഉണ്ടല്ലോ, ഇങ്ങനെ തുടർച്ചയായിട്ട് കുറേ നമ്പേഴ്സിന് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 5 ഡിജിറ്റ് അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ആ റാൻഡം നമ്പർ ടേബിൾസിൻ്റെ ഒരു പേജ് നമ്മൾ തുറക്കും. ഏതെങ്കിലും ഒരു പേജ് നമ്മളിങ്ങനെ തുറന്നിട്ട് അതിൽ ഏതോ ഒരു നമ്പർ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യും. അവിടെ നിന്ന് ഇങ്ങനെ കണ്ണു പൊട്ടിയിട്ട് ഒരു നമ്പർ കുത്തും. ആ നമ്പറിൻ്റെ ശേഷം വരുന്ന തുടർച്ചയായിട്ട് വരുന്ന നമ്പറുകളിൽ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ സാമ്പിളിലേക്ക് ഉൾപ്പെടുത്തുക ചെയ്യും. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ റാൻഡം നമ്പർ ടേബിൾസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ റാൻഡമായിട്ട് ഒരു ബുക്കിൻ്റെ പേജ് തുറക്കുന്നു. ആ പേജിൽ ഒരു പോയിന്റിൽ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പോയിന്റിന് താഴെയായിട്ട് വരുന്നത് ഒരു ഓർഡറിലും ആയിരിക്കില്ല നമ്പേഴ്സ് ഉണ്ടാവുക. ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ 54 കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നത് 8 ആയിരിക്കും, 08 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ തുടർച്ചയായി വരുന്ന ആ നമ്പറുകളെ ഞാൻ എവിടേക്ക് ഉൾപ്പെടുത്തുന്നു? എൻ്റെ സാമ്പിളിലേക്ക് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റാൻഡം നമ്പർ ടേബിൾസ് കിട്ടുന്നത്. അപ്പോൾ റാൻഡം നമ്പർ ടേബിളുകളിൽ ബുക്കുകൾ ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിൾസ്, ടിപ്പെറ്റ്സ് ഫേമസ് ആയിട്ടുള്ള കുറേ റാൻഡം നമ്പർ ടേബിളിൻ്റെ ബുക്സാണ്. ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ ഉണ്ട്. ഫിഷർ ആൻഡ് യാർഡ്സ് റാൻഡം നമ്പർ ടേബിൾസ് ഉണ്ട്. പിന്നെ നമ്മൾ CR റാവു
വരുന്ന റാൻഡം നമ്പർ ടേബിൾസ് ഉണ്ട്. അങ്ങനെ കുറേ റാൻഡം നമ്പർ ടേബിൾസ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി വലിയ പോപ്പുലേഷനിലാണെച്ചാലും ഈ മെത്തേഡായിരിക്കും കുറച്ചും കൂടി നമുക്ക് സൂട്ടബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇത് നമ്മളതിൻ്റെ പിന്നെ അഡ്വാൻറ്റേജസ് പറയാം. സിമ്പിൾ റാൻഡം സാമ്പിളിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ അറിയോ? അതിനൊരു ബയസ് ഇല്ല. ഒന്നിനും എന്താണ്, എല്ലാവർക്കും ഒരേ സാധ്യതയാണ്. അതന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരാൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദർ ഇസ് നോ ബയസ് അല്ലെങ്കിൽ ഒരു പ്രജുഡ്യൂസ് ഒന്നുമില്ല. അത് നമ്മൾ പിന്നെ ഡാറ്റേനെ നമുക്ക് സാമ്പിളിനെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഒരേ ചാൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ പോപ്പുലേഷനെ കുറിച്ചിട്ട് വലിയ നോളേജൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നോ ഡീറ്റെയിൽഡ് നോളേജ് ഓഫ് ദ പോപ്പുലേഷൻ ഇസ് നീഡ്. പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏത് പോപ്പുലേഷനിലും പോയിട്ട് ഇങ്ങനെ ഈക്വൽ ചാൻസ് ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പിന്നെ പോപ്പുലേഷനിലെ യൂണിറ്റ്, നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോപ്പുലേഷനാണ്, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന പോപ്പുലേഷനാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് സാമ്പിളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. പിന്നെ അതുമാതിരി പോപ്പുലേഷൻ ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആകുമ്പോൾ, ഹെട്രോജീനിയസ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുള്ള പോപ്പുലേഷൻ. അപ്പോൾ ചിലപ്പം ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു സിമ്പിൾ റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം സിമ്പിൾ റാൻഡം സാമ്പിൾ കേൾക്കുമ്പോൾ എല്ലാ കോളേജിൽ ഇപ്പോൾ 600 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ ചാൻസാണ് എൻ്റെ സാമ്പിളിലേക്ക് വരാൻ. അപ്പം ഞാൻ അങ്ങനെ ഒരു സാമ്പിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജ് എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ആണ്. അതിൽ പല പല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ BA-കാരുണ്ടാവും, BSc-കാരുണ്ടാവും, BCom-കാരുണ്ടാവും, അങ്ങനെ പല പല ക്ലാസ്സുകാരുണ്ടാവും. അപ്പോൾ ഞാനൊരു സാമ്പിൾ സെലക്ട് ചെയ്താൽ ചിലപ്പം BCom-കാർ പറയും ഞങ്ങളുടെ ക്ലാസ്സിൽ ആരും ആ സാമ്പിളിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ BSc-കാർ പറയും ഞങ്ങളുടെ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ പോപ്പുലേഷനെയാണ്. അപ്പോൾ കുറേ വ്യത്യസ്തതയുള്ള ഒരേപോലെ അല്ലാത്ത പോപ്പുലേഷൻ ഉണ്ടല്ലോ, പല പല ഗ്രൂപ്പുകളായിട്ടുള്ള അങ്ങനത്തെ പോപ്പുലേഷനെ നമ്മൾ ഹെട്രോജീനിയസ് പോപ്പുലേഷൻ. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അടുത്ത് നമ്മൾ നോക്കുന്ന റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോപ്പുലേഷനുള്ള എല്ലാ യൂണിറ്റുകളെയും നമ്മൾ ആദ്യം ഒരു ഓർഡറിലായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതായത് ജോഗ്രഫിക്കലായിട്ടോ ആൽഫബറ്റിക്കലായിട്ടോ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തും. ആൽഫബറ്റിക്കൽ അറേഞ്ച്മെൻറ്റോ ജോഗ്രഫിക്കലായിട്ടുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റോ അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെ ഡാറ്റേനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ അവരെ ഇപ്പോൾ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N ആണെങ്കിൽ 1 to N വരെയുള്ള നമ്പേഴ്സ് അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഓരോന്നിനും 1 to N വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ എത്രയാണോ സാമ്പിൾ സൈസ് വേണ്ടത് അല്ലേ, അപ്പോൾ N ആണ് നമുക്ക് സാമ്പിൾ സൈസ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ഡാറ്റേനെ, ഈ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, N ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് N ഗ്രൂപ്പുകളായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ക്യാപിറ്റൽ N ആണ് നമുക്ക് വേണ്ടത്. അതായത് പിന്നെ സ്മോൾ n ഗ്രൂപ്പുകൾ വേണമെങ്കിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും സൈസ് എന്തായിരിക്കാം, ക്യാപിറ്റൽ N ബൈ സ്മോൾ n. അതായത് ഇപ്പോൾ K എന്ന് വിചാരിക്കും. ഇപ്പോൾ K സൈസുള്ള സ്മോൾ n ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യണം. അതങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ്റെ സൈസ് 100 എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടിയിരിക്കുന്ന സാമ്പിളിൻ്റെ സൈസ് സ്മോൾ n, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 100. 100 സൈസുള്ള പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു 10 സൈസുള്ള സാമ്പിളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പോപ്പുലേഷനെ സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യണം, ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ N ബൈ സ്മോൾ n. അപ്പോൾ ഈ കേസിൽ എന്താ വരിക, 100 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 10 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡാറ്റേനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 മുതൽ 10 വരെ ഫസ്റ്റ് ഗ്രൂപ്പിൽ, 11 മുതൽ 20 വരെ സെക്കൻഡ് ഗ്രൂപ്പിൽ, അങ്ങനെ പോയിട്ട് പിന്നെ 91 മുതൽ 100 വരെ ലാസ്റ്റ് ഗ്രൂപ്പിൽ. അങ്ങനെ നമ്മൾ 10 ഗ്രൂപ്പുകളായിട്ട് ഡാറ്റേനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ലോട്ടറി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാനൊരു എലിമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത എലിമെൻറ്റ് ഫോർത്ത് എലിമെൻറ്റിനെയാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ ഓരോ ഗ്രൂപ്പിലെയും ഫോർത്ത് എലിമെൻറ്റിനെ ഞാൻ എൻ്റെ സാമ്പിളിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫോർത്ത് എലിമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫോർത്ത് എലിമെൻറ്റ്, അപ്പോൾ അത് 14th എലിമെൻറ്റിനെ സെലക്ട് ചെയ്യണം. അതുമാതിരി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് 24th എലിമെൻറ്റിനെ സെലക്ട് ചെയ്യണം. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എത്രാമത്തെ 94th എലിമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 4, 14, 24 എക്സെട്ര 94. അപ്പോൾ എത്ര എലിമെൻറ്റ്സ് കിട്ടി നമ്മുടെ സാമ്പിളിലേക്ക്? 10 എലിമെൻറ്റുകളെ കിട്ടി. അപ്പോൾ ആണ് അവിടെ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പോപ്പുലേഷനെ നമ്മൾ ഒരു ഓർഡറിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ആൻഡ് അവർക്ക് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവർ നമ്പർ കൊടുക്കുന്നു, 1 to n എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എത്രയാണോ സാമ്പിൾ സൈസ് വേണ്ടത് അത്ര ഗ്രൂപ്പുകളായിട്ട് എൻ്റെ ഡാറ്റയെ ഞാൻ തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും സൈസ് ഞാൻ ക്യാപിറ്റൽ N by സ്മോൾ n, അതിന് ഞാൻ K എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഞാനൊരു എലിമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 4 എന്ന് പറഞ്ഞ മാതിരി ജനറലായിട്ട് ഞാൻ 4th എലിമെൻറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എത്രാമത്തെ എലിമെൻറ്റിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? R + Kth എലിമെൻറ്റ്, 4 + 10th എലിമെൻറ്റ് അല്ലേ. അടുത്ത ഗ്രൂപ്പിൽ നിന്നോ 4 + 20, അപ്പോൾ അതുമാതിരി R + 2kth എലിമെൻറ്റ്. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എത്രാമത്തെ എലിമെൻറ്റിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? R + n-1 times kth എലിമെൻറ്റ്. ഇവിടെ 10 ആയിരുന്നപ്പോൾ നമ്മൾ 9 × 10, അതായത് 9 × 10 + 4 ആണ് ചെയ്തത്. അതുമാതിരി R + n-kth എലിമെൻറ്റിനെയാണ് നമ്മളെ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് നടത്തുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു എക്സിക്യൂട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഇസ് ക്ലസ്റ്റേർഡ് സെലക്ഷൻ ക്യാൻ ബി എലിമിനേറ്റഡ്. അതായത് ഓരോ ഗ്രൂപ്പായിട്ട് വരുന്നില്ല. ഇത് നമ്മൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ 4, 14, 24, 34 എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോ റിസ്ക് ഫാക്ടറാണ് ആൻഡ് ലോ പ്രോബബിലിറ്റി ഓഫ് കണ്ടാമിനേറ്റിംഗ് ദ ഡാറ്റ. അപ്പോൾ ഡാറ്റയിൽ വലിയ മായങ്ങളൊന്നും ചേർക്കാൻ പറ്റില്ല. നമ്മൾ ഒരേ ഓർഡറിൽ അങ്ങനെ സെലക്ട് ചെയ്ത് പോവുകയാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പോപ്പുലേഷൻ്റെ സൈസ് അവൈലബിൾ അല്ലെങ്കിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര ഗ്രൂപ്പുകളാക്കണം എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഡാറ്റ മാനിപ്പുലേഷനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ചിലപ്പം ഇപ്പോൾ അയാൾക്ക് ഓരോ ഐറ്റംസ് ഏത് സ്ഥാനത്താണ് വേണ്ടത് അതേ ഓർഡറിൽ അയാൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഡാറ്റേനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം കൂടി ഈ മെത്തേഡിനുണ്ട്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത് നോക്കുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ ദ പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ്. നമ്മൾ ആദ്യം ഇങ്ങനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഒന്നും അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണ്. അതായത് ഒരേ പോപ്പുലേഷൻ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് പറയുന്ന പോപ്പുലേഷൻ എടുക്കുന്നു, അവിടെ പല ഗ്രൂപ്പുള്ള കുട്ടികളുണ്ട്. അതായത് ഇപ്പോൾ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് തന്നെ ഇപ്പോൾ BComത്തെ കുട്ടികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ BScത്തെ കുട്ടികൾ, BComത്തെ കുട്ടികൾ, BCAത്തെ കുട്ടികൾ അല്ലേ, BBAത്തെ കുട്ടികൾ, അങ്ങനെ നമ്മളെ കോളേജ് തന്നെ എടുത്താൽ ഇതിന് എത്ര ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം? ഓരോ ക്ലാസ്സിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മളവിടെയുള്ള ക്ലാസ്സുകളുടെ സ്ഥിതി കാണിച്ചാൽ ഇപ്പോൾ BBA ഉണ്ട്, BA ഉണ്ട്. അപ്പോൾ നമുക്ക് 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ, അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പും ഹോമോജീനിയസ് ആയിരിക്കും. ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഹോമോജീനിയസ് ആയിട്ടുള്ള ഹോമോജീനിയസ് സബ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുകയാണ്. സബ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പും ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? സ്ട്രാറ്റ എന്നാണ്. എന്താ പറയുന്നത്? ഓരോ ഗ്രൂപ്പിനെയും ഞാൻ സ്ട്രാറ്റ എന്ന് പറയുന്നു. ഇപ്പോൾ BSc എന്ന് പറയുന്ന ആ ഇത് ദാറ്റ് ഇസ് എ സ്ട്രാറ്റ, BCom ഇസ് എ സ്ട്രാറ്റ, BBA ഇസ് എ സ്ട്രാറ്റ, BA ഇസ് എ സ്ട്രാറ്റ, അപ്പോൾ BCA ഇസ് എ സ്ട്രാറ്റ. അങ്ങനെ ഓരോന്നും ഓരോ സ്ട്രാറ്റ എന്ന് പറയുന്നു. അപ്പോൾ ഡാറ്റേനെ എന്ത് ചെയ്തു? ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയാണ്. അതായത് പല വിധത്തിലുള്ള ഐറ്റംസ് ഉള്ള ഡാറ്റയായിരുന്നു. അതിനെ ഹോമോജീനിയസ് ആയിട്ട് ഒരേപോലത്തെ ഐറ്റങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചു. അതിനുശേഷം
ഓരോ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് എത്രയാണോ സാമ്പിൾ സൈസ് വേണ്ടത് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഞാൻ സാമ്പിളിനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന്, സെക്കൻഡിൽ നിന്ന്, തേർഡിൽ നിന്ന്, ഓരോ സ്ട്രാറ്റ ഗ്രൂപ്പ് എന്നല്ല പറയാം, ഓരോ സ്ട്രാറ്റയുടെ ഉള്ളിൽ നിന്നും നമുക്ക് എത്രയാണോ സാമ്പിൾ സൈസ് വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലിമെൻറ്റുകളെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? വെൻ ദ പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ്. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ പ്രിസിഷൻ. കാരണം കൂടുതൽ പ്രിസിഷൻ കിട്ടുന്നു. കാരണം എല്ലാ ഐറ്റങ്ങൾക്കും കൂടുതൽ റെപ്രസെൻറ്റേഷനും ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? ഓരോ ഐറ്റത്തിനും എന്താണ് കൂടുതൽ റെപ്രസെൻറ്റേഷനും കിട്ടിയിട്ടുണ്ട്. അതന്നെ ഇപ്പോൾ ഇതും പറയും അല്ലേ? ഇതാണ് രണ്ടെണ്ണം മതി. പ്രൊവൈഡ്സ് ഗ്രേറ്റർ പ്രിസിഷൻ, പ്രൊവൈഡ്സ് മോർ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. ഇപ്പം എല്ലാ പിന്നെ സ്ട്രാറ്റത്തിനും ഒന്നും നമ്മൾ എന്ത് ചെയ്യണം, ഐറ്റങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും ഇവിടെ കിട്ടുന്നു. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം കൂടുതൽ എഫേർട്ട് വേണം നടത്താൻ വേണ്ടിയിട്ട്. ഇവരെ സ്ട്രാറ്റമായിട്ട് തിരിക്കണം. അതിനുശേഷം അതിനുള്ളിൽ നിന്ന് സിമ്പിൾ റാൻഡം സാമ്പിളുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളായിട്ടും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്